ഇപ്പോൾ നിൽക്കുന്നത് ഒരു 7.5 ഏക്കർ തെങ്ങും വളപ്പിലാണ്. ഇതാണ് തെങ്ങും വളപ്പ്. നിരന്ന ഭൂമി തന്നെയാണ്, നല്ല ഏരിയയാണ്. ഇത് ടാർ റോഡിൽ നിന്നൊരു 10 അടി നല്ല റോഡ് തന്നെയാണ്, വീതിയുള്ള റോഡാണ്. ഇതിലേക്ക് കയറാം, ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ, അതാണ് ബസ് റൂട്ടല്ല, ടാർ റോഡ്. ആ ലോറി പോണത്, നമ്മുടെ കാർ നിൽക്കുന്നത് റോഡാണ്, ടാർ റോഡാണ്. അവിടെ നിന്ന് കയറിയാൽ നമ്മുടെ ഈ സ്ഥലം 10 അടിയിൽ കയറിയാൽ മതി. ഒന്നും പറയല്ല, നിറയെ തെങ്ങ് നോട്ടം കമ്മിയുണ്ട്. നന്നായിട്ട് നോക്കി പരിപാലിക്കുകയാണെന്ന് വെച്ചെങ്കിൽ തൻ്റെ തെങ്ങിൻ്റെ അടിഭാഗം ഒന്നും ഈ പറഞ്ഞ മാതിരി കളക്കലും ഒന്നുമില്ല, വളമിട്ടൊടുക്കലൊന്നുമില്ല. പരിപാലിക്കുകയാണെന്ന് വെച്ചാൽ തെങ്ങ് തോട്ടം ഉഷാറാവും. ഇത് പാഴ്മരങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിയിരിക്കുകയാണ്. സ്ഥലം 10 സെന്റ് 20 സെന്റൊക്കെ വീടുകൾക്ക് കൊടുക്കുമ്പോൾ നല്ല വിലയുള്ള ഏരിയ ആണ് കേട്ടോ. കച്ചവടം ഡയറക്റ്റ് ഇരുന്നിട്ട് സംസാരിക്കാം ഓണറുമായിട്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാനതിന് സൗകര്യം ചെയ്തു തരും. ഞാനെല്ലാ ഇതിൻ്റെ വിശദ ഡീറ്റെയിൽസുകളും പറഞ്ഞുതരാം. ഇത് പ്ലോട്ട് ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഭൂമിയാണ് കേട്ടോ. ഈ റോഡ് ഇതിലേക്കാണ് കയറുന്നത് ടാർ റോഡിൽ നിന്നാണ്. ഒരു 10 അടിന് കയറിയ ഈ സ്ഥലമായി. അത് നല്ല വീതിയുള്ള റോഡാണ്, നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്. പാലക്കാട് ജില്ലയിൽ കൊപ്പത്തിൻ്റെ പരിസരത്താണിത്. കുളമുണ്ട്. ഇനി നമ്മൾ വേറെ തൈകളൊക്കെ വെക്കുകയാണെന്ന് വെച്ചെങ്കിലും അതേപോലെ നനക്കാനുള്ള സൗകര്യങ്ങൾ നല്ലൊരു കുളത്തിലുണ്ട്. ഒന്ന് ഇടിഞ്ഞു വീണിക്കാണ് പടവൊക്കെ അവിടെ. അല്ല, അതൊക്കെ ഒന്ന് കയറ്റി നന്നായിട്ടൊന്ന് പടുത്താൽ നല്ല അടിപൊളി കിണർ, മീൻ വളർത്താം. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിലിട്ട് കേട്ടോ. ഒന്നും പറയില്ല, നിരന്ന ഭൂമിയാണ്. പാറ എന്ന് പറഞ്ഞ സാധനമില്ല, വെറും മണ്ണാണ്, നല്ല മണ്ണ്. ആ റബ്ബർ, അങ്ങ് കാണുന്ന റബ്ബർ വരെ ഇതിന്റെ അതിർത്തിയാണ്. ഞാനിതിന്റെ ഒരു സൈഡ്, 2 സൈഡ് റോഡുണ്ട്. നമ്മുടെ ഈ നമ്മൾ കയറിയ റോഡ് ഞാൻ കാണിച്ചു തരാം. മറു സൈഡ് മറ്റേ സ്ഥലത്തിൻ്റെ മറ്റേ ഭാഗത്ത് കൂടെ വേറെ റോഡ് വരുന്നുണ്ട്. ഇത് ഞാനവിടെ വണ്ടി നിർത്തിയത് വേറൊന്നുമില്ല, നല്ല മഴക്കാലമാണ്, നല്ല മഴ. ഇന്നലെ ഇന്നൊക്കെ നല്ല പ്രളയമെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു 10 അടി കല്ല് പതിച്ചിരിക്കണു, എന്നിരുന്നാലും ടാർ ചെയ്തിട്ടില്ലല്ലോ. ഈ വണ്ടി വഴുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തിയതാണ്. 10 അടി റോഡ്, ഈ മണ്ണിട്ട റോഡ്. ഇതിൻ്റെ ഈ സൈഡിലത്തെ സ്ഥലം കൊടുക്കാനുള്ളത് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഫ്രണ്ടേജ് റോഡിലേക്ക് കിട്ടും, ടാർ റോഡിലേക്ക്.
ഇതാ ഗേറ്റ് നമ്മുടെ. ഇത് ടാർ റോഡാണ്. അപ്പോൾ ഈ ടാർ റോഡിൽ നിന്ന് ഇതാ കാണുന്ന തെങ്ങ്, ഈ വഴിയുള്ളൂ മണ്ണിട്ട റോഡ്. പിന്നെ ബാക്കിയൊക്കെ ഇതേമാതിരി ടാർ റോഡാണ്. പൊട്ടിപ്പൊളിഞ്ഞു വിളിച്ചാലും ടാറിട്ട് നല്ല വീതിയുള്ള ഏത് വണ്ടി വരുന്ന റോഡാണ്. ഈ സ്ഥലം അതേമാതിരി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്രണ്ടേജ് ഈ റോട്ടിലേക്കാവും. നമ്മുടെ 7.5 ഏക്കറാന്നുള്ളത് നല്ലൊരു 8, 9 ഏക്കറ 10 ഏക്കറുകളാവും. ആവശ്യമുള്ളവർ വിളിക്കുക. ആ 7.5 ഏക്കർ തെങ്ങും തോട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ പോണത്. ഇതാണ് ടാർ റോഡ്. എന്താ വെച്ചാൽ ഇപ്പോൾ വീടുകൾ നിറയെ കയറിക്കൊണ്ടിരിക്കുന്ന ഏരിയ ഉണ്ടാവും. ഉണ്ടാവും നിറയെ വീടുകളാണ് ഉണ്ടാവും. ഇതിൻ്റെ പരിസരമാണ്, ആ തെങ്ങിൻ്റെ പരിസരമാണ്. നിറച്ച് വീടുകളാണ്. ഇവിടെ പള്ളി, മദ്രസ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതേപോലെ അമ്പലം വേണ്ടവർക്ക് അതുകൊണ്ട് പരിസരം. പുതിയ വീടുകളാണ് ഇതൊക്കെ കയറി. പിന്നെ വെള്ളം വറ്റില്ല. കാരണം എന്താണ്, അതിൻ്റെ നേരെ താഴത്ത് കിടക്കുന്നതൊക്കെ വയലാണ്. നമ്മളത് പറമ്പാണ്, പക്ഷെ ഇത് വയലാണ്. പരിസരത്തൊക്കെ 4 ഭാഗത്തും മാറി പോലെ വയലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എപ്പോഴും വെള്ളം കിട്ടും. ഇനി എന്ത് കൃഷി ചെയ്യാനും സൗകര്യപ്പെടും. പ്ലോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്ലോട്ട് ചെയ്യാനും പറ്റും കേട്ടോ. കിടിലം വീടുകളാണൊക്കെ.